ശ്രീ ഗുരവേ നമഃ. ആനന്ദമൊടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിത സാവധാനമടിയൻ കൊടുത്തിലേ. അല്പമെങ്കിലും അതിൽ പ്രഭാപുരം കൽപ്പതേയിരുന്നൊന്നുമല്ലവേ ശില്പരമ്യ പദപീഠഭൂമി. ഓം നമോ നാരായണായ.
ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുമ്പിൽ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുമ്പിൽ. അറിവിന്റെ നിറവായി നിറയുന്നു ഗുരുദേവൻ, അറിവിനും അറിവാണൻ ശ്രീനാരായണദേവൻ. തളിരിളം പൂന്തെന്നൽ പോലെ എൻ ഗുരുദേവൻ, തളിരിട്ട പൂമൊട്ടു പോലെ എൻ ഗുരുദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുൻപിൽ. മയിലിന്റെ പൊൻപീലി പോലെ എൻ ഗുരുദേവൻ, കുയിലിന്റെ കളഗീതം പോലെ എൻ ഗുരുദേവൻ. മലരണി പൂവനം പോലെ എൻ ഗുരുദേവൻ, മധുമാസമകരന്തം പോലെ എൻ ഗുരുദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുൻപിൽ. കരുണാർദ്ര പ്രേമ പ്രഭാവം എൻ ഗുരുദേവൻ, കനിവിന്റെ കല്യാണ ഭാവം എൻ ഗുരുദേവൻ. കലകൾക്കു തിലക ചാർത്താണെന്റെ ഗുരുദേവൻ, കവിതയ്ക്കു കാൽ ചിലമ്പാണെന്റെ ഗുരുദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുൻപിൽ. എരിയുന്ന സൂര്യനെ പോലെ എൻ ഗുരുദേവൻ, വിരിയുന്ന പൂവിനെ പോലെ എൻ ഗുരുദേവൻ. ചൊരിയുന്ന തേന്മഴ പോലെ എൻ ഗുരുദേവൻ, തിരിയുന്ന ഭൂഗോളം പോലെ എൻ ഗുരുദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുൻപിൽ. ഉപവാസമാഹാത്മ്യം പോലെ എൻ ഗുരുദേവൻ, ഉപദേശ സന്ദേശം പോലെന്റെ ഗുരുദേവൻ. ഉപനിഷത് മന്ത്രങ്ങൾ പോലെന്റെ ഗുരുദേവൻ, ഉപമിക്കാനാവാത്തോൻ ശ്രീനാരായണദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുൻപിൽ. ഒരു രാഗമഞ്ജരി പോലെ എൻ ഗുരുദേവൻ, ഒരു ഗാന നിർഝരി പോലെ എൻ ഗുരുദേവൻ.
ഒരു കാവ്യ സൗഭകം പോലെ എൻ ഗുരുദേവൻ, ഒരു കർമ്മസാധകം ശ്രീനാരായണദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, മറവായി ഞങ്ങൾ തിരുമുന്നിൽ. ചിന്തകൾ ചാന്താടും സിന്ധുവൻ ഗുരുദേവൻ, അന്ത്യത്തിൽ ജീവന്റെ ബന്ധുവൻ ഗുരുദേവൻ. കാലദേശങ്ങൾക്കതീതൻ എൻ ഗുരുദേവൻ, കേവല ബ്രഹ്മസ്വരൂപൻ ശ്രീ ഗുരുദേവൻ. ഗുരുദേവാ ശരണം ഗുരുദേവാ, മറവായി ഞങ്ങൾ തിരുമുന്നിൽ. ഗുരുചരണം
ശരണം ശരണം നാഥ തിരുവടി ശരണം ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം പരമാണുവിലും നിറയും ഉയിരിൻ പൊരുളേ ശരണം കരുണാമയ ഗുരുവരനേ ശരണം 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 ആകാശമാമോന്നമേ ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷമാണ്. കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യനായ ഏറെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നമ്മുടെ വേദിയിൽ വന്ന് നമ്മുടെ വേദി ധന്യമാക്കി എന്നുള്ളത് തന്നെയാണ് ആ ടെൻഷന് കാരണം. എന്തായാലും കാരണം നമ്മൾ ഈ പ്രോഗ്രാം എല്ലാ വർഷവും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കുമ്പോൾ ആ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുടെ ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുദേവൻ ജനിച്ച അവിടെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെയാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷം എന്നുള്ളതുകൊണ്ട് അന്നേ ദിവസം വരാൻ കഴിയില്ല. ഇന്നും അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ബാംഗ്ലൂരിൽ വലിയ പ്രോഗ്രാം നടക്കുന്നു. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു വളരെയധികം ബുദ്ധിമുട്ടി വളരെയധികം ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അധിക പ്രസംഗത്തിനൊന്നും നിൽക്കുന്നില്ല അദ്ദേഹം. കാരണം ഇതൊരു വിശിഷ്ടമായ ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കാരണം പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ച് പറവൂർ SNDP യൂണിയൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. പറവൂർ SNDP യൂണിയൻ്റെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഘോഷയാത്ര ആരംഭിച്ചിട്ട് 50 വർഷം അരനൂറ്റാണ്ട് തികയുന്ന ഒരു ദിനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ സുവർണപദം എന്ന് പേരിട്ടുകൊണ്ട് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ആ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനത്തിൽ ആ തുടക്കം കുറിക്കുന്ന സമയത്ത് ആ തുടക്കം കുറിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ
മുഖ്യമന്ത്രിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ നമ്മുടെ ഒക്കെ ഒരു കുടുംബാംഗത്തെ പോലെ പരിഗണിക്കുന്ന അദ്ദേഹത്തെ ഉള്ളത് കൊണ്ടാണ് വളരെ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും തന്നെ കടക്കുന്നില്ല. ഞാൻ നേരിട്ട് എൻ്റെ കടമയിലോട്ട് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ പറവൂർ SNDP യൂണിയൻ്റെ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവർകളെ ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനായ ഏറെ പ്രിയങ്കരനായ നമ്മളോട് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യത്തിനും ഓടിച്ചെല്ലാൻ കഴിയുന്ന നമ്മുടെ അഭിമാനമായി മാറിയ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ അവർകൾ അദ്ദേഹം നമ്മുടെ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് ആ അരനൂറ്റാണ്ട് തികയുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏറെ അഭിമാനത്തോടുകൂടി ഏറെ സന്തോഷത്തോടുകൂടി ഏറെ ആദരവോടുകൂടി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവർ വി.ഡി. സതീശൻ അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നടത്തുന്ന മുനിസിപ്പൽ ചെയർമാൻ ഏറെ പ്രിയങ്കനായ പറവൂർ SNDP യൂണിയൻ്റെ ഏത് കാര്യത്തിനും പറവൂർ SNDP യൂണിയനോടൊപ്പം നൽകുന്ന ജ്യേഷ്ഠ സഹോദരൻ രമേശ് D. കുറുപ്പ് അവരുകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കനായ യോഗം ഡയറക്ട് ബോർഡ് മെമ്പർ PS ജയരാജ് അവരുകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യോഗം ഡയറക്ടർ MP ബിനു അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D. ബാബുചാറിനെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുനിസിപ്പൽ കൗൺസിലർ രഞ്ജിത്ത് മോഹനെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഐഷ രാധാകൃഷ്ണൻ അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം VP ഷാജി അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പോഷകസംഘടനയായ ഷൈജ മുരളീധരൻ അവർകൾ, അഭിഷേക് അവർകൾ, ബിപിൻ രാജ് അവർകൾ, ലിസി ടീച്ചർ, സുധീഷ് വള്ളുവള്ളി, NK സജീവ് അവർകൾ, അഖിൽ ബിനു അവർകൾ, അനഘ EH, ഗോപാലകൃഷ്ണ അവർകൾ, TP രാജേഷ് ഉൾപ്പെടെയുള്ളവരെ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരവോടെ ഏറെ പ്രിയങ്കരനായ രാജീവ് ഏട്ടനെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രതിജ്ഞ അർപ്പിക്കുന്ന TM ദിലീപ് അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം നീട്ടാതെ തന്നെ ഏറെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇവിടെ എത്തിയതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുവിൻ്റെ കൃപയും കടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർക്ക് അർജൻറ്റായിട്ട് വേറെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളതിൻ്റെ പേരിൽ ഞാൻ അധ്യക്ഷ പ്രസംഗം തൽക്കാലം മാറ്റിവെക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിൻ്റെ അഭിമാനമായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ യൂണിയൻ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണേട്ടൻ, നമ്മുടെ നഗരസഭാ ചെയർമാൻ ശ്രീ രമേശ് D. കുറുപ്പ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ CA രാജീവ്, യൂണിയൻ്റെ കൺവീനർ ശ്രീ ഷൈജു മനക്കപ്പടി, പ്രിയപ്പെട്ട ശ്രീ സുഭാഷ്, ശ്രീ ബിനു, ശ്രീ ജയരാജ്, ബാബുച്ചേട്ടൻ, വേദിയിലുള്ള SNDP യൂണിയൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ശ്രീനാരായണീയർ,
ഇവിടെ ഷൈജു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചതയ ദിനാഘോഷ പരിപാടികളിലാണ് പങ്കെടുക്കാറുള്ളത്. ഇപ്പോൾ വർഷങ്ങളായി, ഒരുപാട് പതിറ്റാണ്ടുകളായി ചെമ്പഴന്തിയിൽ നടക്കുന്ന ചതയ ദിനാഘോഷ പരിപാടികളിൽ വൈകുന്നേരം ഇവിടെ നടക്കുന്ന അതേ സമയത്ത് മുഖ്യമന്ത്രിമാരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ ഒരു സമ്മേളനം അവിടെ നടക്കുന്നത് പ്രതിപക്ഷ നേതാക്കന്മാരാണ്. കഴിഞ്ഞ 5 വർഷവും ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അവിടെ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത്. ഈ പ്രാവശ്യം ഇവിടെ നടക്കുന്ന അതേ സമയത്താണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എനിക്കറിയാം ഈ പരിപാടി എനിക്ക് കൂടി വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണെന്ന്. അതിന് ഞാൻ യൂണിയനോട് പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഞാൻ പണ്ട് മുതലേ പറയും, കേരളത്തിലെ SNDP യൂണിയനുകളുടെ മുൻനിരയിൽ നിൽക്കുന്നതാണ് എൻ്റെ SNDP യൂണിയൻ എന്ന് ഞാൻ പുറത്തൊക്കെ പോയി ഗമേടിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച ചതയദിന ഘോഷയാത്ര നടക്കുന്ന സ്ഥലവും പറവൂരാണ് എന്ന് ഞാൻ കേരളത്തിൽ എല്ലായിടത്തും പോയി പറയാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതിൽ പങ്കെടുക്കാതെ എങ്കിലും ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്ദേശവും. നമുക്കറിയാം 172ാമത് ജന്മദിനമാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് കാലാതിവർത്തിയായ ഒന്നാണ്. നമ്മളെപ്പോഴും നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന, ഭിന്നിപ്പുകളെല്ലാം മാറ്റിവെച്ച് മനുഷ്യരൊന്നാകണം എന്നുള്ള സന്ദേശം ഈ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകിയ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ആ ദർശനങ്ങൾ, ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരെ, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരുപാട് മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും കരുതുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളിലും, സാമൂഹ്യ വിഷയങ്ങളിൽ പല കാര്യങ്ങളിലും നമ്മൾ മുൻനിരയിൽ നിൽക്കാൻ കാരണം ആ ഗുരുദേവൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി തന്നൊരു ദാർശനികമായ പാരമ്പര്യമാണ്. നമ്മളെപ്പോൾ ഗുരുദേവനെ മറക്കുന്നു അപ്പോൾ കേരളം കേരളമല്ലാതെയായി മാറും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ദിവസവും പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടിയത് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതൊരു ഉപന്യാസ മത്സരത്തിനാണ് എനിക്കൊരു 1ാം സമ്മാനം, ഒരു പുസ്തകമാണ് കിട്ടിയത്. അതിലെ വിഷയം എന്ന് പറയുന്നത് ഗുരുദർശനമായിരുന്നു. ഗുരുദേവ ദർശനത്തെക്കുറിച്ച് ഉപന്യാസം എഴുതാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ പറ്റും? ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എന്താണ് എഴുതി വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അന്ന് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയുന്ന കാലത്ത് വീട്ടിൽ വരുത്തിയിരുന്നത് കേരള കൗമുദിയാണ്. എൻ്റെ അച്ഛൻ കേരള കൗമുദിയുടെ മുഖപ്രസംഗങ്ങൾ വായിക്കാൻ, അദ്ദേഹം കൗമുദി ബാലകൃഷ്ണൻ്റെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹം ബോട്ട് ജെട്ടി എന്നോട് പറഞ്ഞിട്ട് ബോട്ട് ജെട്ടിയിൽ പോയി കൗമുദി മാഗസിൻ വാങ്ങിക്കാൻ. കാരണം കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമരംഗത്തെ കുലപതിയായിരുന്നു, ധീരനായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അന്ന് ഇത് വായിക്കാൻ, അപ്പോൾ കേരള കൗമുദി വായിച്ച് വളർന്ന ഒരു കുട്ടി എന്നുള്ള നിലയിലാണ് എനിക്കത് എഴുതാൻ അന്ന് പറ്റിയത്. പിന്നീട് ഞാൻ ഒരുപാട് ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും ശ്രീനാരായണ കൃതികൾ മനസ്സിലാക്കി അറിയാനും അതിനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വായിക്കാനൊക്കെ അവസരമുണ്ടായി. ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ ഒരു വ്യാപകമായ പ്രചരണം നടന്നു. ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ധിക്കാരിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വായിക്കാത്ത ഗുരുദേവൻ്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അത് P.K. ബാലകൃഷ്ണൻ എഴുതിയ പുസ്തകമാണ്. P.K. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച്, മഹാഭാരതത്തിലെ കുന്തി ദേവിയെക്കുറിച്ചൊക്കെ എഴുതിയ വലിയ നോവലിസ്റ്റാണ്, എഴുത്തുകാരനാണ്. ഞാൻ അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹം എഴുതിയ ഈ 2-3 വർഷം മുമ്പ് ഇതിങ്ങനെ വായിച്ചു വന്നപ്പോൾ എല്ലാ അധ്യായത്തിൻ്റെയും അവസാനം ഗുരുവിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞിരിക്കുകയാണ്, അഹങ്കാരം നല്ലതല്ല, അത് ദോഷമാണ്. പക്ഷേ ആത്മവിശ്വാസം നല്ലതാണ്, അത് ഗുണമാണ്. ഒറ്റ പ്രശ്നമല്ല, ഗുരു പറയുകയാണ്, അത്ര ഭംഗിയായിട്ട് പറയണത്. ഈ അഹങ്കാരത്തിനും ആത്മവിശ്വാസത്തിനും ഇടയിൽ നേർത്ത ഒരു വരമ്പ് മാത്രമേ ഉള്ളൂ. ചിലരത് മാറിപ്പോകും, തിരിച്ചറിയില്ല നോക്കുന്നവർ. അപ്പം ഞാൻ അത് വെച്ച് പിന്നെ അങ്ങ് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ആത്മവിശ്വാസമാണ് നിങ്ങൾ എന്നെ അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതിനുള്ള മറുപടി ഒരു രാഷ്ട്രീയ ആരോപണമായി കൊണ്ടുവന്ന് വളർത്തി
എന്നെ ഭയങ്കര കുഴപ്പക്കാരനാക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ മോനെ ഒളിപ്പിച്ച് തന്നത് ഗുരുവിൻ്റെ വാക്കുകളാണ് എനിക്ക്. ഞാൻ പിന്നെ എല്ലായിടത്തും പറഞ്ഞു, ഇത് എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പം ഞാൻ ഗുരുവിൻ്റെ ഈ വാക്ക് പറഞ്ഞ് ഞാൻ അതിനെ തളർത്തിക്കളയും. ഞാൻ പറഞ്ഞു എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസം നല്ലതാണ് അല്ലേ. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കും ചിലപ്പോൾ. നമ്മൾ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ വേണ്ടേ, അത് ആത്മവിശ്വാസത്തിലെടുക്കുന്ന തീരുമാനമാണ്. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അറിയാവുന്നവരോട് ചോദിച്ച് നമുക്കൊരു ബോധ്യം വന്ന് ആ ബോധ്യത്തിൽ നിന്ന് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ആത്മവിശ്വാസം കൂടി പിൻബലമായിട്ട് വേണം. അപ്പോൾ ചിലരത് അഹങ്കാരമായിട്ട് ഇത്ര ഇതാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആ ഗുരുവിൻ്റെ വാക്കുകൾ എനിക്ക് ആത്മവിശ്വാസം, കൂടുതൽ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. എല്ലാത്തിനും മറുപടി ഉണ്ട് ഗുരുവിൻ്റെ വാക്കുകളിൽ. നമ്മൾ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സന്ദിഗ്ധാവസ്ഥയെക്കുറിച്ചും ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഗുരുവിൻ്റെ ഈ ഉദ്ധരണികളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയില്ലേ, ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ പല ശക്തികളും ശ്രമിക്കുമ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് ഗുരുവിൻ്റെ വാക്കുകൾ. അതിനെല്ലാമുള്ള മറുപടിയാണ് മനുഷ്യനാണ് അല്ലേ. മനുഷ്യനെക്കുറിച്ച്, ജാതിയെക്കുറിച്ച്, മതത്തെക്കുറിച്ച് എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളൊരു കാലം അങ്ങനെ വന്നാൽ നമ്മളതിനെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുദേവനാണ്. ആ ഗുരുദേവൻ്റെ വാക്കുകളാകണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം. എന്താണ്? നമ്മുടേത് മതേതര കേരളമാണ് അല്ലേ. ഇത് ഗുരുവിൻ്റെ നാടാണ്. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കാൻ പാടില്ല. അത് ഗുരു നിന്നയായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്താൽ. നമുക്ക് ഗുരു കൃപയുണ്ടാകും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഗുരു കൃപയുണ്ടാകും. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി ചെയ്യണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. രാഷ്ട്രീയമായിട്ടൊക്കെ പലർക്കും പല രാഷ്ട്രീയം ഉണ്ടാവും. രാഷ്ട്രീയത്തിൻ്റെ പേരിലെല്ലാം പല രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എതിർക്കുകയാണ്. പക്ഷേ പറവൂരിൻ്റെ ഒരു മനസ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കെപ്പോഴും ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ കരുത്തും എൻ്റെ ഏറ്റവും വലിയ ശക്തിയും എനിക്ക് അപ്പോഴും അതായിരുന്നു. ചിലപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും അവരെന്നോട് വാത്സല്യം കാണിച്ചിട്ടുണ്ട്. പല കാരണത്തിൽ എല്ലാവരും കൂടി വോട്ട് ചെയ്താൽ ശരിക്കും അഹങ്കാരമായി പോകും. അങ്ങനെ പാടില്ല. ഓരോരുത്തർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയം മറികടന്ന ആളുകൾ വോട്ട് ചെയ്യാറുണ്ട്. വോട്ട് ചെയ്യലും രാഷ്ട്രീയവും ഒക്കെ വേറെയാണ്. സ്നേഹവും വാത്സല്യവും പിൻബലവും അല്ലേ. എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും എനിക്ക് അറിയാം. ഒരുപാട് പേർ ഞാൻ മുഖ്യമന്ത്രി ആകണമെന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തില്ല. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് വിളിച്ച് ആ സന്നിഗ്ധമായ അവസ്ഥയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ കൂളായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ആ അമ്പലത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നാലും ഈ വഴിപാടുകൾ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അത്രമാത്രം വഴിപാടുകൾ കേരളത്തിലെ ദേവാലയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചെയ്തത് പറവൂക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഗുരുവായൂർ പോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടുന്ന് കുറേ കോള് വരും. ഞാനവിടെ തുലാഭാരം നേർന്നിട്ടുണ്ട്, അത് ചെയ്യണം. ഞാൻ കൊടുങ്ങല്ലൂർ പോയാൽ പറയും, ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അവിടെ നേർന്നിട്ടുണ്ടെന്ന് പറയും. അത് ഒരുപാട് ആളുകളുടെ സ്നേഹമാണ്. ഞാൻ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യവാനാണ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, നിങ്ങളുടെ എല്ലാം സ്നേഹം ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങളായി നിങ്ങൾ എന്നെ കാണുന്നു അല്ലേ. മടുപ്പില്ലാതെ സ്നേഹത്തോടെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുന്ന ചിരിയാണ്. വോട്ട് ചെറുതാണെന്ന് ഞാൻ പറയില്ല, വോട്ട് വലുത് തന്നെയാണ്. എങ്കിലും അതൊരു ആ സ്നേഹമാണ് നമ്മുടെ ഒരു പിൻബലം. തീർച്ചയായിട്ടും ഞാൻ ആ സ്നേഹം ഒരിക്കലും മറക്കില്ല. അതെന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജനപ്രതിനിധി കുറിച്ച് ഓർത്ത് നിങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യവും ഞാൻ ഉണ്ടാക്കില്ല. അതെൻ്റെ വാക്കായിരുന്നു പഴയത്. നിങ്ങൾക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ, ഇനിയും അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുക, ഓരോ കാര്യവും ചെയ്യാൻ നേരത്ത് ഓരോ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ എല്ലാ കാലഘട്ടങ്ങളിലും അതുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. SNDP യൂണിയൻ്റെ അവരുടെ എല്ലാം സ്നേഹം ടീച്ചർ പുറയിലിരിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ്. എനിക്ക് രാധാകൃഷ്ണനോടല്ല കാര്യം, ടീച്ചറോട്. അത്രയും മാത്രം ടീച്ചർ സ്കൂളിൽ ഹെഡ് മിസ്സസ് ആയിരുന്നപ്പോൾ തമ്മിലുള്ള ബന്ധമാണ്.
ഏറ്റവും മികച്ച പ്രധാന അധ്യാപികമാരിൽ ഒരാളായിരുന്നു. അങ്ങനെ വ്യക്തിപരമായി എത്രയോ അടുപ്പവും ഹൃദയബന്ധവും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. എനിക്ക് പറയാനുള്ളത്, ഞാൻ കൂടെ ഉണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. കേരളത്തിലെ SNDP പറവൂരിലെ SNDP യൂണിയൻ്റെ കൂടെ, SNDP പ്രവർത്തകരുടെ കൂടെ എന്നും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ തയ്യാറെടുപ്പാണ് അല്ലേ? ചതയ ദിനാഘോഷ പരിപാടികൾക്ക്, ഘോഷയാത്രകൾക്കെല്ലാം വലിയ തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പുകൾ മനോഹരമായി നടത്തുന്ന യൂണിയൻ നേതൃത്വത്തെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ജ്യോതി പര്യടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നമ്മുടെ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർപേഴ്സൺ രമേഷ് ഡി കുറുപ്പ് അവർകൾ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. 2 വാക്കൊന്നുമില്ല. എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഒരു പരിപാടി പങ്കെടുക്കണം, നേരെ പോകേണ്ടതാണ്. ഞാൻ എന്നെ ഏൽപ്പിച്ച് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യാനാണ്. അത് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ സമ്മാനദാനം നിർവഹിക്കുന്നതിനും ഏറെ പ്രിയങ്കരനായ പറവൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രാജീവ് അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ജ്യോതി പര്യടനത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ രാധാകൃഷ്ണ ചേട്ടൻ, സ്വാഗതം പറഞ്ഞ ഷൈജു മനക്കപ്പടി ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന ശ്രീനാരായണ പ്രവർത്തകരെ, സദസ്സിലുള്ള ശ്രീനാരായണ പ്രവർത്തകർ, നമ്മുടെ ഈ ജ്യോതി പര്യടനം ഇന്ന് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പറവൂരിൻ്റെ MLA കൂടിയായ ശ്രീ VD സതീശൻ അവറുകളാണ്. അതോടുകൂടി ഇതിനൊരു വലിയ ആവേശവും പറവൂരിലെ SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ലിപികളിൽ എഴുതപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു ഉത്സവ ദിനമെന്ന് നമുക്ക് സൂചിപ്പിക്കാം. ഈ പ്രയാണം ഇന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഗുരുദേവൻ്റെ ആദർശങ്ങൾക്ക് വളരെ വിലമതിക്കുന്ന രീതിയിൽ ഇന്ത്യയിലാകെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, നമുക്ക് മതനിരപേക്ഷത ഒരു കേരള സമൂഹം വാർത്തെടുക്കുന്നതിന് വേണ്ടി മറ്റിതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകപരമായ ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ ലോകം ആദരിക്കപ്പെടുന്ന ഒരു മഹത് വ്യക്തിയുടെ ശ്രീനാരായണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഞാൻ അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ലെങ്കിൽ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശാഖാ ഭാരവാഹികളോടൊരു റിക്വസ്റ്റ് മാത്രം നടത്തിക്കൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഈ വരുന്ന ചിങ്ങം 1-ാം തീയതി ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മളുടെ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ അവർ രജിസ്ട്രേഷൻ നടത്തി പങ്കെടുത്തായിരുന്നു. നമ്മുടെ കുട്ടികളെ 5ാം ക്ലാസ് മുതൽ ഒരു സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സായിട്ടാണ് അത് ആരംഭിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക്
വളർന്നു വരുമ്പോൾ 5, 6, 7, 8, 9, 10 +1 +2 ലെവലിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് കേരളത്തിൽ നടത്തുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏത് ട്രസ്റ്റിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വലിയൊരു അവസരമാണ്. കഴിഞ്ഞ തവണ ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ പലരും നമ്മോട് പറയുകയുണ്ടായിരുന്നു, ഞങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഇതിൽ രജിസ്ട്രേഷൻ നടത്താൻ പറ്റാഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ഇപ്പോൾ ഈ ചിങ്ങ 1-ാം തീയതി ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. കഴിയാവുന്നതും എല്ലാവരും നമ്മുടെ കുട്ടികളെ 5ാം ക്ലാസ് കൂടിയും 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അതിൽ രജിസ്ട്രേഷൻ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യുവധർമ്മം വിജയിക്കട്ടെ. ആ പുറയിലേ നിൽക്കുന്നവരൊന്ന് സംസാരം ഒന്ന് പതുക്കനെ സംസാരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജയരാജിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, SNDP യൂണിയൻ്റെ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവർ, ഇന്ന് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പ്രിയപ്പെട്ട VD സതീശൻ അവർ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി പ്രഖ്യാപിച്ച നമ്മുടെ വേദി അത്യാവശ്യ കാരണങ്ങളാൽ വിട്ടുപോയ ശ്രീ ചെയർമാൻ രമേശ് കുറുപ്പ്, മേഖലാതല മത്സരങ്ങൾക്കുള്ള വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ കുടുംബാംഗവുമായിട്ടുള്ള ശ്രീ CA രാജീവ് അവർകൾ, പ്രിയപ്പെട്ട ഷൈജു മനക്കപ്പടി, ബാബുച്ചേട്ടൻ, ഐഷ ടീച്ചർ, ലിസി ടീച്ചർ, ശ്രീ ആഷിഖ്, KB സുഭാഷ്, ശ്രീ VN നാഗേഷ്, ദിലീപ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഏറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ പറവൂർ SNDP യൂണിയനിലെ മുഴുവൻ ശാഖകളിൽ നിന്നും എത്തിയിരിക്കുന്ന പ്രവർത്തകർ ഈ വേദിയിലിരിക്കുന്നത്. കാരണം മറ്റൊരു SNDP യൂണിയനോ മറ്റൊരു SNDPക്കോ അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അതിലേറെ തിരക്കുകളുണ്ടായി. നമ്മുടെ കുടകിലെ ഇന്നത്തെ പരിപാടിയിൽ പോയിട്ട് അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടിയിൽ കൃത്യസമയത്ത് തന്നെ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സാന്നിധ്യം തന്നെയാണ് നമുക്ക് ഏറെ അഭിമാനത്തിന് വക നൽകുന്നത്. അത് അദ്ദേഹം പറയാതിരുന്നത് ചിലപ്പോൾ മീഡിയ പത്രക്കാരതൊരു വാർത്തയാക്കുമെന്ന് കരുതിയിട്ടായിരിക്കാം. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ പരിപാടിയിൽ. ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു. ആദ്യം അദ്ദേഹം വരാമെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു കർണാടക മുഖ്യമന്ത്രിയും ഒരുമിച്ചൊരു പരിപാടി അങ്ങ് കൂർഗിൽ നടക്കുന്നു, അതിൽ പങ്കെടുക്കണം, വരാൻ സാധിക്കില്ല, നോട്ടീസ് അടിക്കാൻ വൈകി. ശാഖകളിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ നമ്മളെ വിളിച്ച് വഴക്ക് പറഞ്ഞു തുടങ്ങി. അതിൽ പ്രധാനമായിട്ട് ഈ ആഷിക്കൊക്കെ പറയും, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാധനം കിട്ടണ്ടേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മുടെ ഒരു വെപ്രാളം എന്ന് പറയാൻ ശരിക്ക് അതിനൊരു അറുതി വരുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരാരാണെന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് അനേകം ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട്, അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. എന്നാൽ ഒരു 4000 വർഷത്തെ ലോക ചരിത്രം പഠിച്ചുകൊണ്ട് റഷ്യക്കാരായിട്ടുള്ള 2 ചരിത്രകാരന്മാർ, ഒരു അന്റണോവും V. കോട്ടോവ്സ്കിയും ചേർന്നെഴുതിയ 4000 years കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ലോകത്തെ 7 പ്രധാനപ്പെട്ട സംസ്കാരങ്ങളുണ്ടായിരുന്നു. ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, റോമൻ, ബാബിലോണിയൻ, അറേബ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവുമാണ് ലോകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 7 സംസ്കാരങ്ങൾ. 4000 വർഷത്തെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് അതിലിന്നും നശിക്കാതെ നിലനിൽക്കുന്ന ഒരു സംസ്കാരം
നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. ആ സംസ്കാരം കുടുംബ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായത് കൊണ്ടാണ് ഈ സംസ്കാരം ഇന്നും നശിക്കാതെ നിലനിൽക്കുന്നത്. ഈ കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം മുന്നിലേക്ക് പോകേണ്ടതെന്ന് ഒരു കുടുംബ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിലൂടെ നമുക്ക് പ്രായോഗികമായിട്ട് കാണിച്ചു തന്നു. നമ്മുടെ കുടുംബ യൂണിറ്റുകളും അതിന് താഴെയുള്ള മൈക്രോ സംഘങ്ങളും പ്രാർത്ഥന ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന ആ കുടുംബ സംവിധാനത്തിൽ ഊന്നി നിന്നതുകൊണ്ടാണ് ഇന്ന് SNDP യോഗവും ഒരു തരി താഴേക്ക് പോകാതെ കഴിഞ്ഞ 125 വർഷങ്ങളായിട്ട് മുകളിലേക്ക് ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരായിരുന്ന മുഴുവൻ ആളുകളും കേരള രാഷ്ട്രീയത്തിലും തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമൊക്കെ ആയിരുന്ന സമയത്തും അവരൊക്കെ ഈ കേരളത്തിൽ വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളാണ്. നമുക്കറിയാം, മഹാനായിട്ടുള്ള മധുസൂദനൻ നായർ എന്ന് പറയുന്ന കവി ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശൻ എന്ന മഹാകവി എഴുതുന്നത് പോലെ ഒരു 4 വരി എഴുതാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രത്തോളം ഔന്നത്യത്തിലുള്ള നേതാക്കന്മാരാണ് ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് മുതൽ നയിച്ചതും ഇന്നേ നയിച്ചുകൊണ്ടിരിക്കുന്നതും അത്രത്തോളം ഔന്നത്യമുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഒരു പിന്നോക്ക ജനവിഭാഗമാണ് എന്ന് കരുതാതെ, നമുക്ക് പിന്നോക്ക അവസ്ഥയൊക്കെ ഉണ്ട് പലതിലും, പക്ഷെ നമ്മളെന്നും കർമ്മത കൊണ്ട് ധീരന്മാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കർമ്മരംഗത്തും ഉന്നത സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പല പ്രസംഗങ്ങളിലുമൊക്കെ കേൾക്കാറുണ്ട് ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാരെന്ന്. ഒരിക്കലും നമ്മൾ പിന്നോക്ക വിഭാഗമല്ല, മുന്നോക്കക്കാർ തന്നെയാണ്. നമ്മൾ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ്, മുന്നിൽ നിന്ന് പട നയിക്കേണ്ടവരാണ്, മുന്നിൽ നിന്ന് രാഷ്ട്രീയം നയിക്കേണ്ടവരാണ്. നമ്മൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം രാഷ്ട്രീയത്തിലും ഭരണത്തിലും തൊഴിൽ രംഗത്തും കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു സംഘടനാ പ്രവർത്തനം SNDPയിലൂടെ നേടിയെടുക്കാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഈ വടക്കൻ പറവൂർ SNDP യൂണിയനിലെ ചതയദിന ഘോഷയാത്ര. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു. രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചത്, നമ്മുടെ കുട്ടികളെ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസിലേക്ക് പഠിപ്പിക്കാൻ 5ാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് തികച്ചും സൗജന്യമായിട്ട് അവരെ പഠിപ്പിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച്, ഡിഫൻസിലേക്ക് നമ്മുടെ കുട്ടികളെ കടന്നു വരാനായിട്ട് ഒരു ക്യാപ്റ്റൻ റാങ്കിന് മുകളിലേക്കുള്ള പോസ്റ്റിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രാഷ് കോഴ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ യൂണിയനിൽ നിന്നും ഒരു കുട്ടി അതിൽ പങ്കെടുത്തിട്ട് ആ കുട്ടിക്ക് എയർഫോഴ്സിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേവലം ഈ കാര്യങ്ങൾ, ഗുരുദേവ ദർശനങ്ങൾ, ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് സംഘടന കൊണ്ട് ശക്തരാകുന്നതോടൊപ്പം വിദ്യ കൊണ്ട് പ്രബുദ്ധരായി ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ നടക്കണം, അതിലേക്ക് കടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഓരോ ശാഖയിലും നമ്മൾ ആവിഷ്കരിക്കണം. യൂണിയൻ ആവിഷ്കരിക്കുന്ന PSC കോച്ചിങ് ക്ലാസ് നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിരുന്നു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. സൗജന്യമായി PSCക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. കുറച്ച് ആളുകളെ പങ്കെടുത്തുള്ളൂ. ഇപ്പോൾ ഈ പെൻഷനേഴ്സ് കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് എല്ലാ ശാഖകളിൽ നിന്നും നമ്മുടെ ആളുകളെ, കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ നമ്മളെപ്പോഴും ഈ മുദ്രാവാക്യം റോഡിലൂടെ, പറവൂർ പട്ടണത്തിലൂടെ അല്ലെങ്കിൽ എറണാകുളം നഗരത്തിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകാറുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നൊക്കെ, മറ്റുള്ളവരെ സഹായിക്കണമെന്നൊക്കെ, അത് മുദ്രാവാക്യത്തിൽ ഒതുക്കി നിർത്താതെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് അതിനെ ആനയിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഉയർച്ചയിലെ പടവുകൾ കീഴടക്കുന്ന മഹാവ്യക്തിത്വങ്ങളായിട്ട് മാറുന്നതിന് ഗുരുവിൻ്റെ സന്ദേശം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഈ 172ാമത് ചതയ ദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ
50 വർഷം തികയുന്ന പറവൂരിലെ കേന്ദ്രീകൃതമായിട്ട് ഘോഷയാത്ര തുടങ്ങിയതിൻ്റെ 50 വർഷം തികയുമ്പോൾ 50,000 പേരെ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം SNDP യൂണിയൻ നേതൃത്വം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങളെ പൂർണ്ണമായിട്ട് അന്നത്തെ ദിവസം പറവൂർ പട്ടണത്തിൽ അണിനിരത്തിക്കൊണ്ട് നമ്മൾക്ക് നമുക്ക് ലഭിക്കാനായിട്ട് നേടാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് മുന്നിലേക്ക് നമ്മുടെ ശക്തി കൂടി പ്രദർശിപ്പിക്കാനുള്ള അവസരമായിട്ട് അതിനെ കണക്കിലെടുത്ത് അതോടൊപ്പം ഗുരുവിനോടുള്ള ഭക്തിയും കടപ്പാടും നന്ദിയും ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായി അതിനെ കണക്കിലെടുത്ത് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കുന്ന കുട്ടികൾക്കും അവാർഡുകൾ നേടിയ അർഹതയുടെ അംഗീകാരം നേടിയ മുഴുവൻ കുട്ടികൾക്കും അതോടൊപ്പം മേഖലാതല മത്സരങ്ങളിൽ വിജയികളായി അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രാപ്തിയിലെത്തിയവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഗുരുദേവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഗുരുവിൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. സ്കോളർഷിപ്പ് പരീക്ഷ 2026 അവാർഡ് വിതരണത്തോട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നേഹ MH 168 കൊങ്ങോർപ്പള്ളി ശാഖ. നേഹ MH. 2 ഡേവിഡ് ട്രോസി 832 പറവൂർ ടൗൺ. മൂന്ന് സ്വാതി സുനിൽകുമാർ 814 സന്ധ്യാട്ടൂന്നം. ഡേവിഡ് റോസ്റ്റി. കാണാൻ പറ്റണില്ല വരണുണ്ടായില്ലേ. അടുത്തത് അജിൽ കൃഷ്ണ KU 819 മാഞ്ഞാലി പറവൂത്തറ. പവൻ ശേഖർ EG 841 പുത്തംവേലിക്കര. ശ്രീധർഷ് TS 842 പുലിയൻതുരുത്ത്. അതുല്യ 844 ചിറ്റാറ്റുകര. അനുശ്രീ അനിൽകുമാർ 845 ചക്കുമുശ്ശേരി. സൂര്യശ്രീ KT 847 പാല്യത്തുരുത്ത്. അവന്തിക MB 848 കട്ടത്തിരുത്ത്. ബിദുന TB 850 കൈതാരം കോട്ടുവള്ളി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് തന്നായിരിക്കട്ടെ. ദേവനന്ദൻ JR 868 തുരുത്തിപ്പുറം. ദേവനന്ദൻ തുരുത്തിപ്പുറം ഒന്ന് നന്നായിട്ട് കൈയടി. തുരുത്തിപ്പുറം ഗൗരിനന്ദ GB 927 കിഴക്കേപ്പുറം. കിഴക്കേപ്പുറം 927 കിഴക്കേപ്പുറം. അടുത്തത് ഗൗതം കൃഷ്ണ TU 929 മാല്യങ്കര.
ദേവനന്ദ KS 976 വെസ്റ്റ് മടപ്പളാതിരുത്ത് 976 വെസ്റ്റ് മടപ്പളാതിരുത്ത്. കൃഷ്ണേന്ദു MK 956 ഏലൂർ സൗത്ത്. ആരാണ്? കൃഷ്ണേന്ദു MK ഏലൂർ സൗത്ത്. അതുൽ കൃഷ്ണ PR 998 ചെട്ടിക്കാട്. ആ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നാൽ കുറച്ച് എളുപ്പമായിരിക്കും. ദേവനന്ദ അതുൽ കൃഷ്ണ ദേവനന്ദ TS 999 കൊട്ടുവള്ളിക്കാട്. മിഥുൻ KR 1036 നീണ്ടൂർ. കഴിഞ്ഞ വന്ന മിഥുൻ വന്ന. തേജ AS 1037 വരാപ്പുഴ. തേജ S 1037 വരാപ്പുഴ. ആദിദേവ് 1039 ഈസ്റ്റ് മടപ്പളാതിരുത്ത്. ഇല്ലേ? ആദിദേവ് 1039 ഈസ്റ്റ് മടപ്പളാതിരുത്ത്. കാർത്തിക് MR 1043 പട്ടണം. 1043 പട്ടണം കാർത്തിക്. ഐശ്വര്യ KV 1065 മാച്ചാന്തിരുത്ത്. അല്ലേ? ആർദ്ര അനിൽ M 1074 ആളംതിരുത്ത്. ഗൗരിനന്ദന 1113 തിരുവാലൂർ. അനയ് കൃഷ്ണ KP 1541 കരിങ്ങാന്തിരുത്ത്. അനയ് കൃഷ്ണ KP. ദേവിക സനോജ് 2101 വടുക്കുംപുറം. രോഹിത് വി ലൈജു 2465 കാരുകുന്ന്. അനിഷ്ക MS 2582 കൂട്ടുകാട്. വൈഗ റിജു 2638 അടുവാത്തുരുത്ത്. ആദർശ് MS 2663 മനക്കപ്പടി. നവനീത് കൃഷ്ണ PS 2744 ആലങ്ങാട്. അദ്വൈത് കൃഷ്ണ MB 2777 കരിമ്പാടം. ഇല്ലേ? ഗൗരന്ദൻ 2806 തെക്കുംപുറം.
തെക്കുംപുറം 8806 തെക്കുംപുറം. ആരുടെയാണത്? അനുനന്ദ PS 4053 കിഴക്കേപ്പുറം വെസ്റ്റ്. അനുനന്ദ PS. അനാമിക ES 4563 തത്തപ്പിള്ളി മന്നം. ആദിശങ്കരൻ KS 4598 പൂയപ്പള്ളി. ഇല്ലേ ആ കുട്ടിയില്ലേ? ഗോപി കൃഷ്ണ MA 4751 തൂയിത്തറ. 4751 തൂയിത്തറ. ഗോപി. കൈലാസ് KB 5230 കൊട്ടുപള്ളിക്കാട് ഈസ്റ്റ്. ഇല്ലേ? പാർവതി B 5211 സത്താർ ഐലൻഡ്. ഇല്ലേ? വിവേകാനന്ദ് MR 5426 പറവൂർ ടൗൺ വെസ്റ്റ്. വിവേകാനന്ദ്. അടുത്തത് മേഖലാതല കലാമത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവർക്കുള്ള അവാർഡ് ദാനമാണ്. പറവൂർ മേഖല സബ് ജൂനിയർ ജാൻവിക സൂരജ്. പറവൂർ മേഖല ആലാപനത്തിൻ്റെ ഒന്നാം സ്ഥാനമാണ് സബ് ജൂനിയർ. ജൂനിയർ വിഭാഗം അരുൺ കൃഷ്ണ 832 പറവൂർ ടൗൺ. സീനിയർ പ്രവീൺ ശരൺ 928 പെരുമ്പടന്ന. സൂപ്പർ സീനിയർ രേഷ്മ ലിബിൻ 834 നന്ദ്യാട്ടുകുന്നം. സീനിയർ സിറ്റിസൺ ഉദയൻ വട്ടത്തറ 2617 വെസ്റ്റ് കൈതാരം. ചേന്നമംഗലം മേഖല ആലാപനം ഫസ്റ്റ് സബ് ജൂനിയർ വേദിക വലിയ വല്ലന്തുരുത്ത്. ജൂനിയർ പ്രാർത്ഥന സലി വടക്കുംപുറം. സീനിയർ അഞ്ജു കിഴക്കുംപുറം. സീനിയർ അഞ്ജു കിഴക്കുംപുറം. ചേന്നമംഗലം മേഖലയുടെ ടൈപ്പ് വായിക്കുന്നത് എല്ലാം ചേന്നമംഗലം മേഖല എല്ലാ ശാഖക്കാരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. സൂപ്പർ സീനിയർ ജിനു ശ്രീജിത്ത് വടക്കുംപുറം.
സീനിയർ സിറ്റിസൺ ഹേമലത മോഹൻ, പാലാതുരുത്ത് മുണ്ടിരുത്തി. അടുത്തത് പുത്തംവേലിക്കര മേഖല ആലാപനം സബ് ജൂനിയർ വൈഗ സജീവ് 842 പുലിയന്തുരുത്ത്. 842 പുലിയന്തുരുത്ത്. ജൂനിയർ വിഭാഗം ഗായത്രി KS 840 എളന്തിക്കര. സൂപ്പർ സീനിയർ ശ്രീദേവി ജയരാജ് 840 എളന്തിക്കര. പേരും വിളിക്കുന്ന മുറയ്ക്ക് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇരിപ്പിടം വിട്ട് ഇങ്ങോട്ട് മുന്നിലേക്ക് വരിക. എപ്പോൾ എളുപ്പം കഴിയും. സീനിയർ സിറ്റിസൺ ഷീല സന്തോഷ് 840 എളന്തിക്കര. പുത്തമ്പേലിക്കര മേഖലയിൽ ജൂനിയർ, സൂപ്പർ സീനിയർ, സീനിയർ സിറ്റിസൺ ഈ മൂന്നും 840 എളന്തിക്കരയൊക്കെയാണ്. അടുത്തത് വരാപ്പുഴ മേഖല ആലാപനം ഫസ്റ്റ് സബ് ജൂനിയർ ഷിതിൻ ഷിനിൽ മഞ്ഞുമ്മൽ ശാഖ. ജൂനിയർ സ്വാതിക ഷിനിൽ മഞ്ഞുമ്മൽ. സീനിയർ ഉണ്ണിമായ KS കൊങ്ങോർപ്പുള്ളി. സൂപ്പർ സീനിയർ രമ സന്തോഷ് മഞ്ഞുമ്മൽ. സീനിയർ സിറ്റിസൺ ജലജ TS ഏലൂർ സൗത്ത്. അടുത്തത് മൂത്തകുന്നം മേഖല ആലാപനം തന്നെ ഫസ്റ്റ് സബ് ജൂനിയർ അൻപിത പ്രവീൺ കൊട്ടുവള്ളിക്കാട് ഈസ്റ്റ്. സൂപ്പർ സീനിയർ സാഹി KV കിഴക്കേമടപ്ലാതുരുത്ത്. സീനിയർ സിറ്റിസൺ ലതിക വിശ്വംഭരൻ പാല്യത്തുരുത്ത്. അടുത്തത് ആലാപനം കരുമാല്ലൂർ മേഖല സബ് ജൂനിയർ ദക്ഷ ശ്രീബു 1113 തിരുവാല്ലൂർ. സീനിയർ ഐശ്വര്യ ബിജു 1113 തിരുവാല്ലൂർ. സൂപ്പർ സീനിയർ അശ്വതി രാജേഷ് 1126 നീറിക്കോട്. സീനിയർ സിറ്റിസൺ ഷിബ സന്തോഷ് 2663 മനക്കപ്പടി. ചിറ്റാറ്റുകര മേഖല ആലാപനം ഒന്നാമത് സബ് ജൂനിയർ പൃഥ്വി ജിജേഷ് 1036 നീണ്ടൂർ. ജൂനിയർ അപ്പോൾ ചിറ്റാറ്റുകര മേഖലയിൽ കൊടുക്കാമല്ലോ. സബ് ജൂനിയർ പൃഥ്വി ജിജേഷ്. ജൂനിയർ ജാനകി ദേവി 1036 നീണ്ടൂർ. സീനിയർ ശ്രദ്ധ കൃഷ്ണ 845 ചക്കുമരിശ്ശേരി. സൂപ്പർ സീനിയർ ലിഷ ബിജു 1036 നീണ്ടൂർ.
സീനിയർ സിറ്റിസൺ അജിത ബാബു 10:36 നീണ്ടു. അടുത്തത് പ്രസംഗ മത്സരമാണ്. പറവൂർ മേഖല സബ് ജൂനിയർ വിഭാഗം ആദവ് 832 പറവൂർ ടൗൺ. ജൂനിയർ അനുഗ്രഹ രാധാകൃഷ്ണൻ 927 കിഴക്കേപ്പുറം. 927 കിഴക്കേപ്പുറം. സീനിയർ അപർണ 927 കിഴക്കേപ്പുറം. സൂപ്പർ സീനിയർ ശ്രീകല ബിജു 834 നന്ദിയാട്ടുകുന്നം. സീനിയർ സിറ്റിസൺ കെ വി ഷീല 834 നന്ദിയാട്ടുകുന്നം. അടുത്തത് ചേന്നമംഗലം മേഖല പ്രസംഗം. ഫസ്റ്റ് സബ് ജൂനിയർ പ്രാർത്ഥന ശ്രീജിത്ത് വടക്കുംപുറം. ജൂനിയർ ഋഷികേശ് കൊച്ചങ്ങാടി. സീനിയർ കൃഷ്ണ മോഹനചന്ദ്രൻ കിഴക്കുംപുറം. കൃഷ്ണ മോഹനചന്ദ്രൻ കിഴക്കുംപുറം. സൂപ്പർ സീനിയർ പ്രീമ ശ്രീജിത്ത്. പ്രീമ ശ്രീജിത്ത് വടക്കുംപുറം. സീനിയർ സിറ്റിസൺ വത്സല ജയറാം വടക്കുംപുറം. അടുത്തത് പുത്തംവേലിക്കര മേഖല പ്രസംഗം. സബ് ജൂനിയർ ആദിത്യൻ TR 840 എളന്തിക്കര. 840 എളന്തിക്കര ആദിത്യൻ TR. അടുത്ത സീനിയർ സിറ്റിസൺ സുധീഷ് TB 840 എളന്തിക്കര. എളന്തിക്കര. വരാപ്പുഴ മേഖല പ്രസംഗം ഒന്നാമത് സബ് ജൂനിയർ ആദിദേവ് KA ഏലൂർ നോർത്ത്. സൂപ്പർ സീനിയർ മിനി സൈജു കൊങ്ങോർപ്പള്ളി. മിനി സൈജു കൊങ്ങോർപ്പള്ളി. സീനിയർ സിറ്റിസൺ ജലജ TS ഏലൂർ സൗത്ത്. അടുത്തത് മൂത്തകുന്നം മേഖല പ്രസംഗം. ഫസ്റ്റ് സബ് ജൂനിയർ ഋതിക രാഗേഷ് പാല്യത്തുരുത്ത്. ജൂനിയർ ശിവപ്രിയ വാവക്കാട്. സൂപ്പർ സീനിയർ സിനി ഉമേഷ് കിഴക്കേ മടപ്പുള്ളാതുരുത്ത്. സീനിയർ സിറ്റിസൺ ലതിക വിശ്വംഭരൻ പാല്യത്തുരുത്ത്. കരുമാലൂർ മേഖല പ്രസംഗം. സബ് ജൂനിയർ ആരാധ്യ ഷിബു 166 കരുമാലൂർ. സീനിയർ അതുല്യ മനോജ് 2744 ആലങ്ങാട്. സൂപ്പർ സീനിയർ സിന്ധു രാജേഷ് 1113 തിരുവാലൂർ. സീനിയർ സിറ്റിസൺ സുലോചന 1126 നേരിക്കോട്. ചിറ്റാറ്റുകര മേഖല പ്രസംഗം ഒന്നാമത് സബ് ജൂനിയർ നിരഞ്ജന 1036 നീണ്ടൂർ. ജൂനിയർ ദേവിക ജിനീഷ് 1036 നീണ്ടൂർ. സീനിയർ ജീവ വിശ്വപ്രതാപ് 1036 നീണ്ടൂർ. സൂപ്പർ സീനിയർ മായ രംഗൻ 1036 നീണ്ടൂർ.
സീനിയർ സിറ്റിസൺ സുനി സതീശൻ 845 ചക്കുമരിശ്ശേരി. മേഖലാ വ്യാഖ്യാനം സബ് ജൂനിയർ പറവൂർ മേഖല സബ് ജൂനിയർ ധൻവി എൽ 832 പറവൂർ ടൗൺ. സൂപ്പർ സീനിയർ ശശികല ബിജു 834 നന്ദിയാട്ടുകുന്നം. സീനിയർ സിറ്റിസൺ വത്സമ്മ മുകുന്ദൻ 832 പറവൂർ ടൗൺ. ചേന്നമംഗലം മേഖല വ്യാഖ്യാനം ജൂനിയർ അതിഥി വലിയ വഴമ്പിള്ളുതുരുത്ത്. സൂപ്പർ സീനിയർ ഗിൽഷ ബിനോയ് വടക്കുംപുറം. സീനിയർ സിറ്റിസൺ ഹേമലത മോഹൻ പാലാതുരുത്ത് മുണ്ടുരുത്തി. ഹേമലത മോഹൻ പാലാതുരുത്ത് മുണ്ടുരുത്തി. കൊടുക്ക് വിട വർത്താനം പറയാതെന്ന്. ചേന്നമംഗലം മേഖല തുടങ്ങിയോ? അടുത്തത് പുത്തംവേലിക്കര മേഖല. സൂപ്പർ സീനിയർ ഷിബി ശങ്കർ 840 എളന്തിക്കര. വരാപ്പുഴ മേഖല വ്യാഖ്യാനം സൂപ്പർ സീനിയർ ബീന ശ്രീനിവാസ് മുട്ടിനകം. പേട്ട. സീനിയർ സിറ്റിസൺ MG പ്രതാപ് സിംഗ് കൊങ്ങോർപ്പള്ളി. മൂത്തകുന്നം മേഖല വ്യാഖ്യാനം സൂപ്പർ സീനിയർ സിനി ഉമേഷ് കിഴക്കേ മടപ്പുള്ളതുരുത്ത്. സീനിയർ സിറ്റിസൺ ബീന ജീവൻ മൂത്തകുന്നം. കരുമാലൂർ മേഖല വ്യാഖ്യാനം ഒന്നാമത് സബ് ജൂനിയർ ആരാധ്യ ഷിബു 166 കരുമാലൂർ. ആരാധ്യ ഷിബു 166 കരുമാലൂർ. സീനിയർ ഗൗരി ഷാജി 1113 തിരുവാല്ലൂർ. സൂപ്പർ സീനിയർ സേതുലക്ഷ്മി 1113 തിരുവാല്ലൂർ. സീനിയർ സിറ്റിസൺ സുലോചന 1126 നീറിക്കോട്. ചിറ്റാറ്റേറ മേഖല വ്യാഖ്യാനം സബ് ജൂനിയർ നിരഞ്ജന 1036 നീണ്ടൂർ. ജൂനിയർ ഗായത്രി 1036 നീണ്ടൂർ. സീനിയർ ശിവാനി 1036 നീണ്ടൂർ. സൂപ്പർ സീനിയർ ആതിര ജിജേഷ് 1036 നീണ്ടൂർ. നീണ്ടൂരിൽ 4 പേര് നിരഞ്ജന, ഗായത്രി, ശിവാനി, ആതിര ജിജേഷ്. അടുത്ത സീനിയർ സിറ്റിസൺ ഗിരിജ മുരളി 868 തുരുത്തിപ്പുറം. 868 തുരുത്തിപ്പുറം. ചതയ ദിനാഘോഷം മേഖലാതല മത്സര വിജയികൾ പറവൂർ മേഖല ഉപന്യാസം ജൂനിയർ അശ്വൻ കുമാർ 834 നന്ദിയാട്ടുകുന്നം. 834 നന്ദിയാട്ടുകുന്നം. സീനിയർ
ശ്രീജ മോൾ KS 834 നന്ദിയാട്ടുകുന്നം. ശ്രീജ മോൾ KS. സൂപ്പർ സീനിയർ പ്രജിത പ്രസാദ് 832 പറവൂർ ടൗൺ. സീനിയർ സിറ്റിസൺ MK വിദ്യാനന്ദൻ 834 നന്ദിയാട്ടുകുന്നം. ചേന്നമംഗലം മേഖല ഉപന്യാസം 1 ജൂനിയർ അതിഥി AM വലിയ വഴമ്പള്ളിത്തിരുത്ത്. സീനിയർ ഗുരുപ്രിയ വടക്കുംപുറം. സൂപ്പർ സീനിയർ ജയന്തി രജീഷ് വടക്കുംപുറം. സീനിയർ സിറ്റിസൺ ബിജോയ് TR കൂട്ടുകാട്. പുത്തമ്പേലിക്കര മേഖല ഉപന്യാസം സൂപ്പർ സീനിയർ ശാരിക സുരേഷ് 840 എളന്തിക്കര. ശാരിക സുരേഷ് 840 എളന്തിക്കര. വരാപ്പുഴ മേഖല ഉപന്യാസം ജൂനിയർ നവനീത് കൃഷ്ണ കൊങ്ങോർപ്പള്ളി. വരാപ്പുഴ മേഖല ഉപന്യാസം കഴിഞ്ഞത് പിന്നീട് എടുത്ത് കൊടുക്കല്ലേ, വായിച്ചത് കൊടുക്ക്. അത് കഴിഞ്ഞ് രണ്ടാമതൊന്ന് വാങ്ങിച്ചു കൊടുക്കാം. ആദ്യം വന്നില്ല, അത് രണ്ടാമത് എടുത്തു കൊടുക്കാം. ആ സീനിയർ സീനിയർ സിറ്റിസൺ AK വിദ്യാനന്ദനെ നേരത്തെ വിളിച്ചതാണല്ലോ നന്ദിയാട്ടുകുന്നം. വരാപ്പുഴ മേഖല ഉപന്യാസം ജൂനിയർ നവനീത് കൃഷ്ണ കൊങ്ങോർപ്പള്ളി. നവനീത് കൃഷ്ണ കൊങ്ങോർപ്പള്ളി. മീനാക്ഷി KS കൊങ്ങോർപ്പള്ളി. മീനാക്ഷി KS കൊങ്ങോർപ്പള്ളി. സൂപ്പർ സീനിയർ ശ്രീജ ബെന്നി കൊങ്ങോർപ്പള്ളി. സിന്ധു ശ്രീനിവാസൻ സീനിയർ സിറ്റിസൺ മഞ്ഞുമ്മൽ. സിന്ധു ശ്രീനിവാസൻ. മൂത്തകുന്നം മേഖല ഉപന്യാസം ഈ വിളിക്കുന്ന മുറയ്ക്ക് വരികട്ട ആൾക്കാർ. രണ്ടാമത് വിട്ടുപോയത് പിന്നെ വന്ന് ചോദിക്കല്ലേ, അത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് തരാം. മൂത്തകുന്നം മേഖല ഉപന്യാസം സീനിയർ അഞ്ജലി ലിജു. അഞ്ജലി ലിജു. സൂപ്പർ സീനിയർ ആതിര ഉണ്ണികൃഷ്ണൻ കൊട്ടുവള്ളിക്കാട് ഈസ്റ്റ്. ആതിര ഉണ്ണികൃഷ്ണൻ കൊട്ടുവള്ളിക്കാട് ഈസ്റ്റ്. സീനിയർ സിറ്റിസൺ ആശാ ജോഷി മൂത്തകുന്നം. ആശാ ജോഷി മൂത്തകുന്നം. കരുമാലൂർ മേഖല ഉപന്യാസം സീനിയർ അഞ്ജന ബേബി 1109 വെളിയത്തുനാട്. 1109 വെളിയത്തുനാട് അഞ്ജന ശ്രീ ബേബി. സൂപ്പർ സീനിയർ ശ്രീവിദ്യ സനിൽകുമാർ തിരുവാലൂർ. ശ്രീവിദ്യ സനിൽകുമാർ തിരുവാലൂർ. സീനിയർ സിറ്റിസൺ സുലോചന 1126 നീറിക്കോട്. 1126 നീറിക്കോട്. ചിറ്റാറ്റേര മേഖല ഉപന്യാസം 1 ജൂനിയർ
ആർച്ച 1036 നീണ്ടൂർ. സീനിയർ അപർണ നീരജ് 1036 നീണ്ടൂർ. സൂപ്പർ സീനിയർ ശോഭിത 4598 പുയപ്പള്ളി. 4598 പുയപ്പള്ളി. സൂപ്പർ സീനിയർ ശോഭിത 4598 പുയപ്പള്ളി. സീനിയർ സിറ്റിസൺ സുനി സതീശൻ 845 ചക്കുമ്പരിശ്ശേരി. പറവൂർ മേഖല സബ് ജൂനിയർ ലളിതഗാനം ഫസ്റ്റ് സബ് ജൂനിയർ ജാൻവിക സൂരജ് 850 കൈതാരം കൊട്ടുവള്ളി. ജൂനിയർ അശ്വിൻ കുമാർ 834 നന്ദിയാട്ട് ഉന്നം. അശ്വിൻ കുമാർ. സീനിയർ പ്രവീൺ ശരൺ 926 പെരുമ്പടന്ന. 926 പെരുമ്പടന്ന പ്രവീൺ ശരൺ. സൂപ്പർ സീനിയർ ദിബി മനോജ് 927 കിഴക്കേപ്പുറം. സീനിയർ സിറ്റിസൺ സലില സോമൻ 927 കിഴക്കേപ്പുറം. അടുത്തത് ചേന്നമംഗലം മേഖല ലളിതഗാനം സബ് ജൂനിയർ പ്രാർത്ഥന ശ്രീജിത്ത് വടക്കുംപുറം. ജൂനിയർ പ്രാർത്ഥന സലി വടക്കുംപുറം. സൂപ്പർ സീനിയർ രശ്മി ജയപാലൻ കൊച്ചങ്ങാടി. സീനിയർ സിറ്റിസൺ സൂയന്തി സുധനൻ കൊച്ചങ്ങാടി. അപ്പോൾ കൊച്ചങ്ങാടിയുടെ എടുത്തല്ലോ. പുത്തൻവേലിക്കര മേഖല ലളിതഗാനം സബ് ജൂനിയർ ആത്മജ 841 പുത്തൻവേലിക്കര. അമൃത സെനോജ് 1004 വെള്ളോട്ടുപുറം. സൂപ്പർ സീനിയർ മരിയ കൃഷ്ണേന്ദു 841 പുത്തൻവേലിക്കര. സീനിയർ സിറ്റിസൺ ബിനു ഫാസി 840 എളന്തിക്കര. ഇനി അടുത്തത് വരാപ്പുഴ മേഖല ലളിതഗാനം ഒന്നാമത് ഷിതിൻ ഷിനിൻ മഞ്ഞുമ്മൽ സബ് ജൂനിയർ ഷിതിൻ ഷിനിൽ മഞ്ഞുമ്മൽ. ജൂനിയർ സ്വാതിക ഷിനിൽ മഞ്ഞുമ്മൽ. സ്വാതിക മഞ്ഞുമ്മൽ. സീനിയർ മീനാക്ഷി KS കൊങ്ങോർപ്പള്ളി. മീനാക്ഷി KS കൊങ്ങോർപ്പള്ളി. സൂപ്പർ സീനിയർ സ്മിത ഷിമോൻ കൊങ്ങോർപ്പള്ളി. സീനിയർ സിറ്റിസൺ ശോഭമണി ടീച്ചർ മഞ്ഞുമ്മൽ. ശോഭമണി ടീച്ചർ മഞ്ഞുമ്മൽ. മൂത്തകുന്നം മേഖല ലളിതഗാനം സബ് ജൂനിയർ രാജലക്ഷ്മി TN വാവക്കാട്. ജൂനിയർ ശ്രീനന്ദ VS വാവക്കാട്. സൂപ്പർ സീനിയർ ആതിര ഉണ്ണികൃഷ്ണൻ കൊട്ടുവള്ളിക്കാട് ഈസ്റ്റ്. സീനിയർ സിറ്റിസൺ സുമ ബോസ് മൂത്തകുന്നം. അടുത്തത് കരുമാല്ലൂർ മേഖല ലളിതഗാനം ഫസ്റ്റ് സബ് ജൂനിയർ സാധിക ശ്രീജിത്ത് കരുമാല്ലൂർ. ജൂനിയർ ദിയ ആദിഷ് 2744 ആലങ്ങാട്. സീനിയർ ഐശ്വര്യ ബിജു 1113 തിരുവാല്ലൂർ. സൂപ്പർ സീനിയർ രേഷ്മ അനു 1113 തിരുവാല്ലൂർ. സീനിയർ സിറ്റിസൺ രവി മനക്കപ്പടി 2663 മനക്കപ്പടി. സ്മിത. സൂപ്പർ സീനിയർ സ്മിത ഷിമോൻ കൊടുത്തില്ലേ? വരാപ്പുഴ മേഖലയിലാണുള്ളത്.
പേപ്പർ 3 പേപ്പർ 2. കരുമാല്ലൂർ മേഖലയുടെ കഴിഞ്ഞോ? കരുമാല്ലൂർ ദിലീപേ, കരുമാല്ലൂർ മേഖലയുടെ കഴിഞ്ഞോ? വിളിക്കുമ്പോഴും നിങ്ങൾ മേഖല ആദ്യം പറയുന്നുണ്ട്. ഒന്ന് എണീറ്റ് നിന്ന് എളുപ്പമായാൽ നിങ്ങൾക്ക് പോകാം. ഇടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാകില്ല. ഫോട്ടോ സെഷൻ ഇപ്പുറത്തേക്ക് കീഴോട്ട് വരാൻ പറ. ഫോട്ടോ എടുക്കണവർ ഇപ്പുറത്തേക്ക്. കരുമാല്ലൂർ മേഖല ലളിതഗാനം 1ാമത് സബ് ജൂനിയർ സാധിക ശ്രീജിത്ത്. ഇങ്ങോട്ട് നീങ്ങേക്ക് ആ പറയുന്നതല്ല. സാധിക ശ്രീജിത്ത് കരുമാല്ലൂർ. ജൂനിയർ ദിയ അന്തീഷ് 2744 ആലങ്ങാട്. ഐശ്വര്യ ബിജു തിരുവാല്ലൂർ. രേഷ്മ അനു തിരുവാല്ലൂർ. എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. ചിറ്റാറ്റുകര മേഖല ലളിതഗാനം സബ് ജൂനിയർ ഋതുശ്രീ 848 കട്ടത്തുരുത്ത്. സമ്മാനം വാങ്ങിയവരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ഇവിടെ നമ്മുടെ ഓഫീസിൽ ചോദിച്ചാൽ കിട്ടും. അവരോട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിറ്റാറ്റുകര മേഖല ലളിതഗാനം 1ാമത് ഋതുശ്രീ കട്ടത്തുരുത്ത്. അനുശ്രീ ചക്കമരിശ്ശേരി. ശ്രദ്ധ കൃഷ്ണ. ശ്രദ്ധ കൃഷ്ണ ചക്കുമരിശ്ശേരി. ശ്രദ്ധാകൃഷ്ണ വാങ്ങിക്കപ്പെട്ട്. പ്ലീസ്. ശ്രദ്ധാകൃഷ്ണ 841 ചക്കുമരിശ്ശേരി. ഫോട്ടോ സെഷൻ ഇത്രയും ഇങ്ങോട്ട് മാറി. അതിനിടയിൽ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധാകൃഷ്ണൻ കൊടുത്തില്ലേ? അടുത്തത് ആതിര ജിതിൻ നീണ്ടൂർ. ആതിര ജിതിൻ. ശാന്താപ്രകാശൻ തിരുത്തിപ്പുറം. സൂപ്പർ സീനിയറാണ് അയാൾ. ശാന്താപ്രകാശൻ സീനിയർ സിറ്റിസൺ തിരുത്തിപ്പുറം. ഇല്ല. അടുത്തത് ക്വിസ് മത്സരമാണ്. സബ് ജൂനിയർ പറവൂർ മേഖല സബ് ജൂനിയർ തൻവി എൽ 832 പറവൂർ ടൗൺ. ജൂനിയർ വിനിൽ കെ വി 834 നന്ദിയാട്ടുകുന്നം. വിനിൽ കെ വി. സീനിയർ ശ്രീജമോൾ കെ എസ് 834 നന്ദിയാട്ടുകുന്നം. നന്ദിയാട്ടുകുന്നത്തിൻ്റെ ആരുമില്ലേ? മാറ്റിവെക്കരുത്. സൂപ്പർ സീനിയർ സബിത സുനിൽ കൈതാരംകോട്ടുപള്ളി. സീനിയർ സിറ്റിസൺ പ്രഭ മനോഹരൻ കൈതാരംകോട്ടുപള്ളി. ക്യൂസ് ചേന്നമംഗലം മേഖല സബ് ജൂനിയർ വാസുദേവ് വലിയ വഴമ്പള്ളിത്തിരുത്ത്. ജൂനിയർ ഭദ്ര വലിയ വഴമ്പള്ളിത്തിരുത്ത്. സീനിയർ യദുകൃഷ്ണ കരിമ്പാടം.
സീനിയർ യദുകൃഷ്ണ കരിമ്പാടം, സൂപ്പർ സീനിയർ വെനില കരിമ്പാടം, സീനിയർ സിറ്റിസൺ വനജ ജയശീലൻ തുയിത്ര. ക്യുസ് പുത്തമ്പേലിക്കര മേഖല സബ് ജൂനിയർ അലേഖ് കൃഷ്ണ 841 പുത്തമ്പേലിക്കര. അലേഖ് കൃഷ്ണ 841 പുത്തമ്പേലിക്കര. ആർഷ്യ ലാലു 841 പുത്തമ്പേലിക്കര. ആർഷ്യ ലാലു പുത്തമ്പേലിക്കര. സുജ പ്രസാദ് 840 എളന്തിക്കര. സുജ പ്രസാദ് 840 എളന്തിക്കര. സി എസ് സുകുമാരൻ എളന്തിക്കര 840. ക്വിസ് മത്സരം പറവൂർ മേഖല വരാപ്പുഴ മേഖല. ജൂനിയർ നവനീത് കൃഷ്ണ കൊങ്ങോർപ്പള്ളി. നവനീത് കൃഷ്ണ കൊങ്ങോർപ്പള്ളി ജൂനിയർ. ഷീന വിജി കൊങ്ങോർപ്പള്ളി. കൊങ്ങോർപ്പള്ളി ഇതിൽ വരാപ്പുഴ മേഖല എന്ന് പറയുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്നാൽ എളുപ്പം കഴിയില്ലേ. സീനിയർ സിറ്റിസൺ ഷാനി ദേവദാസ് മഞ്ഞമ്മൽ. ക്യുസ് മൂത്തകുന്ന മേഖല സബ് ജൂനിയർ രാജലക്ഷ്മി ടി എൽ വാവക്കാട്. മൂത്തകുന്ന മേഖല വാവക്കാട് രാജലക്ഷ്മി ടി എൽ. ജൂനിയർ ശ്രീനന്ദ വി എസ് വാവക്കാട്. മുകേശൻ എം വി വാവക്കാട്. മുരുകേശൻ മേഖല കരുമാലൂർ മേഖല ക്യുസ് മത്സരം. കരുമാലൂർ മേഖല ക്യുസ്. ആതിര ദിലീപ് സീനിയർ 1126 തേരിക്കോട്. ആതിര ദിലീപ്. റൂജി സന്തോഷ് 2663 മനക്കപ്പടി. സുലോചന 1126 നീറിക്കോട്. ക്വിസ് മത്സരം ചിറ്റാറ്റുകര മേഖല. അനവ് കൃഷ്ണ 855 ചക്കമരിശ്ശേരി. ആനവ് കൃഷ്ണ. തീർത്ഥ മനോജ് 1036 നീണ്ടൂർ. കൃഷ്ണേന്ദു സന്തോഷ് സീനിയർ 1036 നീണ്ടൂർ. 1036 നീണ്ടൂർ. മായാരംഗൻ. ഡെയ്സി 1036 നീണ്ടൂർ. കഴിഞ്ഞ നീണ്ടൂരിൻ്റെ എല്ലാം. അപ്പോൾ മേഖലാതല മത്സരങ്ങളുടെ അടുത്തത് വാശിയേറിയ ഭജൻ മത്സരമാണ്. പറവൂർ മേഖല ഫസ്റ്റ് 927 കിഴക്കേപ്പുറം. ജലജ മനോഹരൻ, സോഫി മുരളി, ചിത്ര വിജയ്, സുമാ സേതു, ബിന്ദു മണിക്കുട്ടൻ, രാജി സജ്ജൻ. ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നവരും എല്ലാവരും ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് നിരനിന്ന് വാങ്ങിച്ചോളൂ. അടുത്ത ചേന്നമംഗലം മേഖല തയ്യാറായിക്കൊള്ളൂ. ജലജ മനോഹരൻ, സോഫി മുരളി, ചിത്ര വിജയ്, സുമാ സേതു, ബിന്ദു മണിക്കുട്ടൻ, രാജി സജ്ജൻ. ആയില്ലേ? വിജയ്. കഴിഞ്ഞോ? അത് അടുത്ത ആൾ മേടിക്ക്, വാണ് വന്നില്ലെങ്കിൽ. പ്ലീസ്. അടുത്ത ചേന്നമംഗലം മേഖല. അഞ്ജു എസ് പാർവതി, നിവേദിത, മനീഷ് ശ്രേഷ്ഠ, കെ എസ് വൈഗ, സുബി ലക്ഷ്മി, ജ്യോതിഷ് കൃഷ്ണ.
26-18 കിഴക്കുംപുറം ശാഖ, 26-18 കിഴക്കുംപുറം ശാഖ. അഞ്ജു എസ് പാർവതി, ഈ പേര് വിളിക്കുന്ന മുറിക്ക് നേരെ അടുത്തടുത്തായിട്ട് നിൽക്കുക. അഞ്ജു എസ് പാർവതി, നിവേദിത, മനീഷ്, ശ്രേഷ്ഠ കെ എസ്, വൈഗ, സുബി, ലക്ഷ്മി ജ്യോതിഷ്, ദേവി കൃഷ്ണ, ശ്രീനന്ദ കെ എസ്. എല്ലാവരും ആയില്ലേ? ഓക്കെ. അടുത്തത് പുത്തമ്പേരിക്കലം മേഖല 840 എളന്തിക്കര, ശ്രീദേവി ജയരാജ്, ഷീല സന്തോഷ്. വേഗം വര്, വേഗം വര്. ബിന്ദു ശശീന്ദ്രൻ, ശാരിക സുരേഷ്, സജിത ഉണ്ണികൃഷ്ണൻ. അടുത്തത് വരാപ്പുഴ മേഖല ഭജൻ, ശോഭമണി ടീച്ചർ, രമ സന്തോഷ്, ഷാനി, ദേവദാസ്, സിന്ധു ശ്രീനിവാസൻ, ബിന്ദു ശിവദാസ്. 1071 മഞ്ഞുമൽ ശാഖയാണ്. 929 മാലങ്കര ശാഖ തയ്യാറായിക്കൊള്ളൂ. ആ. മൂത്തകുന്ന മേഖല ദീപ സന്തോഷ്, പ്രസന്ന സുജി, മിനി, ഇന്ദിരാ ദിലീപ്, ഗിരിജ ഘോഷ്, ജോബ് കൃഷ്ണൻ. അപ്പം ഇവരൊന്ന് നിരത്തി ഇരുത്തിയിട്ട് അടുത്ത ആൾ അറിയിക്കോ. ഈ കടലാസ് കാണുന്നത് ഡി ബാബു ഉണ്ടാ. കഴിഞ്ഞ അടുത്ത കരുമാലൂർ മേഖല മാലിയങ്കരയല്ല, ഇത് മാലിയങ്കരയാണെന്ന് ചോദിച്ചത്. ആ വേഗോട്ടെ, എല്ലാവരും ആയില്ലേ? കൊടുക്ക. ഞാൻ ദീപ സന്തോഷ്, പ്രസന്ന, സുജീവ്, മിനി, ഇന്ദിരാ ദിലീപ്, ഗിരിജ ഘോഷ്, ജോബ് കൃഷ്ണൻ. ഓക്കെ. അടുത്തത് തിരുവാലൂർ ശാഖ ആയോ? ഐശ്വര്യ ബിജു, കൃഷ്ണപ്രിയ, ഇ എ, രേഷ്മ അനു, സുമ ശിവൻ, ശ്രീവിദ്യ. 11-13 തിരുവാലൂർ. ചിറ്റാറ്റുകര മേഖല ഭജൻ. അടുത്തത് ചിറ്റാറ്റുകര മേഖല ലിഷ ബിജു, പേര് വിളിക്കുന്ന നമുക്ക് ലൈനായിട്ട് നിൽക്കാം. ജാനകി ദേവി, ആതിര, ജിജേഷ് ആതിര, ജിതിൻ, അജിത ബാബു, ബിനിത ബിജു, അജിത ബാബു. 1036 നെണ്ടൂർ ശാഖ. അപ്പോൾ മൊത്തത്തിൽ ഈ പരിപാടി ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും പ്രൈസ് കിട്ടാത്തതുണ്ടെങ്കിൽ വരാത്തവർക്ക് നാളെ ഇത് സ്കൂളിൽ ഒന്ന് വാങ്ങിക്കാം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പിൻ്റെ ഇത് വാങ്ങിക്കാത്തവർ ഗോപി കൃഷ്ണ MA 11-751 തൂയിത്തറ ശാഖ. ഐശ്വര്യ AV 1065 മാച്ചാന്തുരുത്ത് ശാഖ. സ്നേഹ MH 168 കൊങ്ങോർപ്പള്ളി. ഏത് ഇത് ഐശ്വര്യ കെ വി രാഷ്ട്രീയനോട് ചോദിക്കും. അപ്പോൾ സമ്മാന വിതരണം ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട പറവൂർ SNDP യൂണിയൻ്റെ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവർകൾ, പ്രിയങ്കരനായ SNDP യൂണിയൻ്റെ കൺവീനർ ശ്രീ ഷൈജു മനക്കപ്പടി, ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തി വേദി വിട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ, ബാക്കി കസേരയിലിരിക്കുന്ന മറ്റു
എല്ലാ വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗുരുധർമ്മം ചെയ്യട്ടെ. ഹിന്ദുരക്ഷാ മമാദി